ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹദാന ലിറ്റർജിക്കൽ ക്വിസ് പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സീറോ മലബാർ കുർബാനയുടെ ആരംഭത്തിലും അവസാനത്തിലുമുള്ള കർത്തൃപ്രാർത്ഥനയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തൻ്റെ ഇഹലോകവാസകാലത്ത് ശിഷ്യന്മാരെ പഠിപ്പിച്ച ഏക പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. കർത്തൃപ്രാർത്ഥന എന്നർത്ഥം വരുന്ന സ്ലോസ മാറാനായിത്ത എന്ന നാമമാണ് സുറിയാനി ഭാഷയിൽ ഈ പ്രാർത്ഥനയ്ക്കുള്ളത്. സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹമാണ് ഈ പ്രാർത്ഥനയിൽ നാം കാണുന്നത്. ഈശോ ബർണോൻ എന്ന സുറിയാനി സഭാപിതാവ് പറയുന്നത്, കർത്തൃപ്രാർത്ഥനയോട് കൂടിയല്ലാത്ത ഏത് ദൈവാരാധനാ ശുശ്രൂഷകളും അപൂർണവും കുറവുള്ളതുമാണ് എന്നാണ്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ എല്ലാ ദൈവാരാധനാ ശുശ്രൂഷകളും ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് കർത്തൃപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചത് മാർ തിമോത്തി ഒന്നാമൻ പാത്രിയാർക്കീസാണ്. അതിൻ പ്രകാരം സീറോ മലബാർ സഭയുടെ കുർബാനയുടെ ആരംഭത്തിലും അവസാനത്തിലും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുണ്ട്. കൂടാതെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുക്കമായി മൂന്നാമതൊരു പ്രാവശ്യം കൂടി കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നാം ചൊല്ലുന്നു. നമ്മുടെ കുർബാനയിൽ ഉപയോഗിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ തന്നെയാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കർത്തൃപ്രാർത്ഥനയിലുണ്ട്. ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് ദൈവകേന്ദ്രീകൃത വിഷയങ്ങളായ ദൈവം നമ്മുടെ പിതാവാണെന്ന സത്യം, ദൈവനാമത്തിന് നൽകേണ്ട മഹത്വം, സ്വർഗരാജ്യം, ദൈവതിരുമനസ്സ് എന്നിവ പ്രതിപാദിക്കുന്നു. രണ്ടാം ഭാഗത്ത് മനുഷ്യൻ്റെ ആത്മശരീരങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം, പാപമോചനം, പരീക്ഷകളെ അതിജീവിക്കാനുള്ള കൃപ, ദുഷ്ടപിശാചിൻ്റെ കെണികളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയും ദൈവപിതാവിനോട് യാചിക്കുന്നു. അന്നന്നാവശ്യമുള്ള അപ്പം എന്ന പദം കേവലം ശരീരത്തിനാവശ്യമുള്ള ആഹാരത്തെ പ്രതി മാത്രമല്ല, അതിലുപരി ആത്മാവിൻ്റെ ഭോജ്യമായ വിശുദ്ധ കുർബാനയെ കൂടി അത് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മിക്ക ദൈവശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലെ കർത്തൃപ്രാർത്ഥന അവസാനിക്കുന്നിടത്ത് ആദിമസഭ ഒരു ഡോക്സോളജി അഥവാ സ്തുതിപം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിപ്രകാരമാണ്: എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു, ആമേൻ. കുർബാനയുടെ ആരംഭത്തിലും അവസാനത്തിലുമുള്ള കർത്തൃപ്രാർത്ഥന ചൊല്ലുന്നത് കാനോനയോടുകൂടിയാണ്. ഒത്ത നടുഭാഗത്ത് ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിനു മുൻപിലും പിൻപിലുമായി കാനോന കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇനി പറയാൻ പോകുന്നതാണ് കാനോന. അങ്ങ് പരിശുദ്ധൻ, 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 അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. ഈ കാനോനയിൽ പ്രഘോഷിക്കുന്ന ആശയം യഥാർത്ഥത്തിൽ കർത്തൃപ്രാർത്ഥനയിലെ പ്രഥമ അപേക്ഷയുടെ വിപുലീകരണമാണ്. ദൈവതിരുനാമം പൂജിതമാകണമേ എന്നാണല്ലോ ഒന്നാമത്തെ അപേക്ഷ. ഭൂവാസികളായ മനുഷ്യരും സ്വർഗവാസികളായ ഈറെ മാലാഖമാരും ഒന്നുചേർന്ന് ദൈവതിരുനാമത്തെ വാഴ്ത്തുന്നു എന്നാണ് കാനോന ചൊല്ലുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. പൗരസ്ത്യ സുറിയാനി ദൈവാരാധനയുടെ മാത്രം പ്രത്യേകതയായ ഈ കാനോന കർത്തൃപ്രാർത്ഥനയിൽ ഉൾച്ചേർത്തത് മാർ തിമോത്തി ഒന്നാമൻ പാത്രിയാർക്കീസാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയേക്കാൾ വിശിഷ്ടമായ മറ്റൊരു പ്രാർത്ഥനയില്ല. ആദിമസഭയിൽ മാമോദീസ സ്വീകരിച്ച വിശ്വാസികൾക്ക് മാത്രമേ ഈ പ്രാർത്ഥന ചൊല്ലാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വിശ്വാസികളുടെ പ്രാർത്ഥന എന്ന് അതിന് പേരുണ്ടായി. ഈശോ സ്വർഗസ്ഥനായ പിതാവെ പഠിപ്പിച്ചത് ആറമായ സുറിയാനി ഭാഷയിലാണ്. സുറിയാനി സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഈശോ പഠിപ്പിച്ച അതേ ഭാഷയിൽ തന്നെ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലാൻ പരിശീലിക്കുന്നതും ഉചിതമാണ്. വിശുദ്ധ കുർബാന വേളയിലും മറ്റ് ആരാധനാ ശുശ്രൂഷകളിലും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ അറിവുകൾ നമുക്കെല്ലാവർക്കും ഉപയുക്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നെസ്തംബഹ്. ഈശോ മിശിഹ.